സിനിമയിൽ നഗ്നതാ പ്രദർശനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സൈജോ സംവിധാനം ചെയ്ത കഥകളി എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്നാണ് സമരം ഏറ്റെടുക്കാൻ ഫിഫ്ക തീരുമാനിച്ചത്. സമരത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തിരുവനന്തപുരം ചിത്രാഞ്ജലിയിൽ പ്രവർത്തിക്കുന്ന സെൻസർ ബോർഡ് ഓഫീസിൽ ഫിഫ്ക പ്രവർത്തകർ ഉപരോധിച്ചു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ മലയാള സിനിമ നേരിടുന്നതെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫിഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിനകത്ത് സെൻസർ എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. ഈ ഓഫീസിനകത്ത് ഇരിക്കുന്നവർക്ക് നമ്മളുടെ രചനകളെ സർട്ടിഫൈ ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. തന്റെ സിനിമയ്ക്ക് യാതൊരു ഗ്രേഡും തരാൻ സെൻസർ ബോർഡ് തയ്യാറല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് സംവിധായകൻ സൈജോ പ്രതികരിച്ചു. ഭാരതപ്പുഴയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നടന്നു പോകുന്ന പുരുഷന്റെ പുറംഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. സ്ത്രീകളെ നഗ്നതയില്ല, ദേശവിരുദ്ധതയില്ല, എന്തെങ്കിലും തരത്തിലുള്ള വൈകൃതങ്ങളില്ല. സെൻസർ ഓഫീസർ ഇതൊരു അശ്ലീലമായിട്ട് കാണുകയും ഇത് നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സംവിധായകന്റെ വെറും പബ്ലിസിറ്റിയാണെന്നാണ് സെൻസർ ബോർഡ് ഓഫീസർ എ പ്രതിഭാഹരിയുടെ അഭിപ്രായം. അവർക്കൊരു പ്രഷർ ടാക്ടിക്സ് ഇതാക്കാനും പിന്നെ ഒരു പബ്ലിസിറ്റി വരുന്നതുമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു ഇതെന്ന് തോന്നുന്നു. സംവിധായകരായ കമൽ, സിബി മലയിൽ, ടി വി ചന്ദ്രൻ തുടങ്ങിയ നിരവധി സിനിമാ പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.